സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമചടതകർത്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേഹന്ത ഭാഗ്യഞ്ജനാനാം. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനുള്ള ചാരനായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് നാരായണീയത്തിൽ മത്സ്യാവതാര ചരിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ നമ്മൾ എത്തി. 9ാമത്തെ ശ്ലോകം. കൽപ്പാവതൗ സപ്തമുനീൻ പുരോവത് പ്രത്താപ്യ സത്യപ്രത ഭൂമിബം തം വൈവസ്വതാഖ്യം മനുമാദദാന ക്രോധാത് ഹയഗ്രീവം അപിതൃതോഭു. കൽപ്പാവതൗ, പ്രളയത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ, അവധി എന്ന് പറഞ്ഞാൽ അവസാനം എന്നാണ്. അവധൗ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? സപ്തമുനീൻ, സപ്തർഷികളെ. സപ്തർഷികൾ എന്ന് പറഞ്ഞാൽ 7 ഋഷികൾ. അത് ഓരോ മന്വന്തരത്തിലും മാറും. ഒരു മന്വന്തരത്തിലത്തെ സപ്തർഷികളല്ല അടുത്ത മന്വന്തരത്തിൽ. പരശുരാമൻ സപ്തർഷിമാരിൽ ഒരാളായിട്ടുണ്ട് എന്നാണ് ഒരു മന്വന്തരത്തിൽ. ഈ മന്വന്തരം എന്ന് പറഞ്ഞാൽ 71 ചതുർയുഗമാണ് ഒരു മന്വന്തരം. അങ്ങനെ 14 മനുക്കളെയാണ് ഭാഗവതത്തിൽ പറയണത്. 14 മനുക്കൾ. അപ്പോൾ 11 × 71 ചതുർയുഗ കാലമാണ്. പിന്നെ അത് ആവർത്തിക്കും എന്നാണ്. ഇത് കഴിഞ്ഞാൽ ഇതേപോലെ ആവർത്തനം. അപ്പോൾ ഇവിടെ കൽപ്പാവധൗ, ഈ കൽപ്പത്തിൻ്റെ അവസാന ഘട്ടത്തിൽ 7 മഹർഷിമാർ പുരോവത് പ്രസ്ഥാപ്യ തം സത്യപ്രത ഭൂമിപം, ആ സത്യപ്രത രാജാവിനെ ഇവിടെ പറയണം പണ്ടത്തെ പോലെ അതാത് സ്ഥാനത്ത് ഉറപ്പിച്ച്, കൽപ്പം കഴിഞ്ഞ അതാത് സ്ഥാനത്ത് ആ സപ്തർഷികളെ വീണ്ടും പുനഃപ്രതിഷ്ഠിക്കണു ചെയ്തതിന് ശേഷം മന്വന്തരാവധിയിൽ നർത്തം. വൈവസ്വതാഖ്യം മനുമാദദാന, ഓരോ മന്വന്തരത്തിലും ഓരോ മനുവും. വൈവസ്വത മനു 7ാമത്തെ മനുവാണ്. ആദ്യത്തെ ഏതാ വെച്ചാൽ സ്വയംഭുവ മനു, ഉത്തമ മന്വന്തരം, താമസ മന്വന്തരം, ചാക്ഷുഷ മന്വന്തരം, ഇന്ദ്രസാവർണി, ബ്രഹ്മസാവർണി, രുദ്രസാവർണി, ഇങ്ങനെ 14 മനുക്കളാണല്ലോ ഉണ്ടാവുക. അതിൽ വൈവസ്വതാഖ്യം മനു, വൈവസ്വത മന്വന്തരത്തിൽ ഇതാണ് ഇനി അടുത്തത് ഒരാൾ. അതിൽ വൈവസ്വതനെ മനുവാക്കി പ്രതിഷ്ഠിച്ച് അങ്ങ് എന്ത് ചെയ്തു? ആദദാന, പ്രതിഷ്ഠിക്കുന്നവനായിട്ട്. ക്രോധാത് ഹയഗ്രീവൻ അപിതൃതോഭൂത്, ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്ന് വേദങ്ങൾ അപഹരിച്ചതായ ഹയഗ്രീവനെ നേരിട്ടു. ഈ ഹയഗ്രീവൻ എന്ന് പറഞ്ഞിട്ടുള്ള അസുരൻ ഒരുപാട് ദ്രോഹങ്ങൾ ലോകത്തിന് ചെയ്ത ആളാണ്. ദേവിഭാഗത്തിൽ അയാളുടെ ബാധം പറയും. അയാളെ കൊല്ലാൻ ഹയഗ്രീവന് മാത്രമേ പാടൂ, താൻ തന്നെ കൊല്ലില്ലല്ലോ. ആ കാലത്ത് ഹയഗ്രീവൻ എന്ന പേരിൽ ഒരാളും ഇല്ല ലോകത്തിൽ. അതിൻ്റെ പേരിൽ ഒരാളില്ല. അയാൾ മനസ്സിലാക്കിയിരിക്കണേ. അസുരന്മാർക്ക് വേണ്ടാത്ത ബുദ്ധിയൊക്കെ ഉണ്ടാവും. ലോകത്തിലുള്ള പേരൊക്കെ ഇപ്പോൾ എങ്ങനെ അയാൾ മനസ്സിലാക്കിയെന്ന് ചോദ്യമൊക്കെ നമുക്ക് നോക്കാം. അവർക്ക് പല ദിവ്യശക്തികൾ അസുരന്മാർക്ക് ഉണ്ടല്ലോ. രാവണന് സിദ്ധിയുണ്ട്, അന്തർധാനം ചെയ്യാനൊക്കെ ഉള്ള കഴിവുണ്ട് എന്നൊക്കെ പറയണു. അപ്പോൾ ആർക്കും തന്നെ ഹയഗ്രീവൻ എന്ന പേരില്ലാത്തതുകൊണ്ട് ഹയഗ്രീവൻ മാത്രമേ തന്നെ കൊല്ലാവൂ എന്നൊരു വരം വാങ്ങി. ബ്രഹ്മാവ് കൊടുത്തതാണ്. ബ്രഹ്മാവ് വേണ്ടാത്ത വരമൊക്കെ കൊടുക്കും. അതുകൊണ്ട് അപകടമാവും ചെയ്യും. ഇപ്പം ഭഗവാൻ തന്നെ ഹയഗ്രീവനായിട്ട് അവതരിച്ചു. അങ്ങനെ ആ ഹയഗ്രീവനെ കൊന്നു. ഹയഗ്രീവന് കൊല്ലാലോ. കഥകളൊക്കെ ഉണ്ട് കേട്ടോ. ആ കഥകളൊന്നും നമ്മൾ പറയേണ്ട ആവശ്യം കുറേ അധികം വരും. അതുകൊണ്ടാണ് പറയാത്തത്. എന്താണ് ഹയഗ്രീവൻ ആവാനുള്ള കാരണം എന്നൊക്കെ ദേവാസുര യുദ്ധത്തിൽ വിഷ്ണുവിൻ്റെ തല തെറിച്ചു എന്നും ആ കുതിരയുടെ തല ചേർത്ത് വെച്ചിട്ട് ഹയഗ്രീവൻ എന്ന് പേരിട്ടു എന്നും ആ ഹയഗ്രീവൻ മരിച്ചു എന്നും ആ ഹയഗ്രീവനാണ് ഹയഗ്രീവനെ കൊന്നത്. ഹയഗ്രീവൻ അങ്ങനെയാണ് ഭഗവാൻ ആയത്. കുതിരയുടെ തലയുള്ള ഭഗവാൻ അവതാരം ഈ ഭാഗവത്തിൽ പറയണില്ല ആ അവതാരത്തെക്കുറിച്ച്. ഹയഗ്രീവ അവതാരം. ആ ഹയഗ്രീവാസുരനെ വധിച്ച് വേദങ്ങൾ ബ്രഹ്മാവിന് വീണ്ടെടുത്തു കൊടുത്തു. അപിതൃതോ അപു, പാഞ്ഞ്
ഹയഗ്രീവൻ്റെ പിന്നാലെ പോയി അവനെ വധിച്ചു. ഇവിടെ തോണിയിലിരുന്നിട്ട് സത്യവ്രതൻ ഭഗവാനെ സ്തുതിക്കണ നല്ലൊരു സ്തുതിയുണ്ട് ഭാഗവത്തിൽ. അനാത്മ വിദ്യോപകഥാത്മസംവിധ തന്മൂല സംസാര പരിശ്രമാതുര യതിച്ചേകോപസൃതായ വിമുക്തിദോ ന പരമോ ഗുരു ഭവാന്ന് തുടങ്ങണ കുറച്ച് ശ്ലോകമുണ്ട്. എന്താ കാരണം വെച്ചാൽ ആദ്യമായിരിക്കുന്ന അവിദ്യയിൽപ്പെട്ട് ആരാണ് ദുഃഖം അനുഭവിക്കുക? ഒറ്റൊത്തരയുള്ള ആ വിദ്യ ഉള്ളവർ, അറിവുള്ളവർ ദുഃഖിക്കില്ല എന്നാണ്. ആലോചിച്ച് നോക്കും. ഇവിടെ പൈസ ഉള്ളവരെന്ന് പറഞ്ഞില്ല, ശക്തി ഉള്ളവരെന്ന് പറഞ്ഞില്ല, കുടുംബമുള്ളവരെന്ന് പറഞ്ഞില്ല, കുടുംബമില്ലാത്തവരെന്ന് പറഞ്ഞില്ല, ഋഷിമാരെന്ന് പറഞ്ഞില്ല. ആർക്കാണ് ദുഃഖം ഉണ്ടാവുക? ദുഃഖം എപ്പോഴും അറിവില്ലാത്തവർക്കേ ഉണ്ടാവുള്ളൂ എന്നാണ്. അറിവുള്ളവർ ഏത് സാഹചര്യത്തിലും ദുഃഖിക്കണില്ല, അവിടെയാണ്. അപ്പം ധനമില്ല, ശക്തി ഇല്ല എന്നുള്ളതുകൊണ്ട് അവർ ദുഃഖിക്കില്ല. അതിന് അറിവാണ് മനുഷ്യന് പ്രധാനമായിട്ട് വേണ്ടത് എന്നാണ്. അറിവുള്ളവൻ ധനം ഉണ്ടാക്കും. ധനമുള്ളവൻ അറിവില്ലെങ്കിലോ ആ ധനം നഷ്ടപ്പെടുത്തും. അതാ വ്യത്യാസം. ധനം ധാരാളം കയ്യിലുണ്ട്, അറിവില്ലെങ്കിൽ അവനത് നഷ്ടപ്പെടുത്തും ഇല്ലേ? നേരെ മറിച്ച് ഒന്നുമില്ലെങ്കിൽ ആ അറിവുകൊണ്ട് അവൻ എന്ത് നേടും? അവന് വേണ്ടത് അവൻ നേടും. അപ്പം അതാണ് അറിവ്. ആ വിദ്യയിൽ പെട്ടിട്ടാണ് ജനങ്ങൾ ദുഃഖിക്കണത്. വിദ്യ എവിടെയുണ്ടോ അവിടെ ദുഃഖമില്ല. പ്രകാശമുള്ള ദിക്കിലിരുട്ടുണ്ടാവും. അതുകൊണ്ട് സർവേശ്വര, ഈ അറിവ് എവിടുന്നാണ് കിട്ടുക? അങ്ങയിൽ നിന്നാണ് കിട്ടുക. വിമുക്തിദോ ന പരമോ ഗുരു ഭവാൻ. ഏറ്റവും വലിയ ഗുരു ആരോ ചോദിച്ചാൽ ഭഗവാനാണ്. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ എന്ന് ഗജേന്ദ്രൻ സ്തുതിക്കാൻ കാരണം അതാണ്. ഭഗവാനാണ് ഏറ്റവും വലിയ ഗുരു. ആ ഗുരുവാണ് നമുക്ക് ലോകത്തിൽ ഒരു ഗുരുവായിട്ട് വരുന്നതടക്കം ഈശ്വരനാണ് എന്നാണ്. ആ ഗുരുവിനെ നമ്മൾ ഈശ്വരനായിട്ട് കാണണം. കാരണം ആ ഗുരുവിനെ തന്നത് ഈശ്വരനാണ്. ഈശ്വരനെ തന്നത് ഗുരുവാണെന്നും പറയിട്ടോ. രണ്ടും പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. അത് വലിയ വ്യത്യാസമുള്ളതൊന്നുമില്ല. ഈശ്വരനാണ് ഗുരുവായിട്ട് വരുന്നത്, ഗുരു തന്നെയാണ് ഈശ്വരൻ. ഈശ്വരനാണ് ഗുരുവായിട്ട് വരുന്നത്, ആ ഗുരുവാണ് നമുക്ക് ഈശ്വരനിലേക്ക് എത്തിക്കുന്നത്. രണ്ടും വലിയ വ്യത്യാസമുള്ള പ്രസ്താവനകളല്ല. അപ്പോൾ അവിടെ ആ ഗുരുവല്ലേ സർവേശ്വര, അവിടുന്നാണ് യഥാർത്ഥ ഗുരു. ആ ഗുരുവാണ് നമുക്ക് ഈ ലോകത്തിൽ ഗുരുവിനെ കൊണ്ടുത്തരുന്നത് എന്ന് ചിലർ പറയും. ഗുരു ആണ് ഈശ്വരനിലേക്ക് എത്തിക്കുന്നതെന്ന് ചിലർ പറയും. രണ്ടും ഒരു തരത്തിൽ ശരിയാണ്. കാരണം നമുക്കൊരു ഗുരുവിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ എളുപ്പമല്ല. നമ്മുടെ മനസ്സിനിണങ്ങിയ രീതിയിൽ നമുക്കൊരു ഗുരുനാഥനെ കിട്ടണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ട് കിട്ടില്ല എന്നാണ് പറയണത്. അത് ദൈവാനുഗ്രഹം വേണം. അതുകൊണ്ട് മാത്രമേ നല്ലൊരു ഗുരുനാഥനെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആ ഗുരുവാണ് ഈശ്വര അങ്ങ് എന്ന് പറഞ്ഞിട്ട് കുറേ സ്തുതികളാണ്. എൻ്റെ ആശയം എന്താ ചോദിച്ചാൽ, ഈ വിവരമില്ലാത്ത ഇനി എന്താണ് ഈ അറിവിന് പ്രാധാന്യം? ആ അറിവില്ലാത്ത ഒരു ജനോ അബുധോയം, അബുധന്മാരായിട്ടുള്ളവർ തൻ്റെ കർമ്മത്തിൽ കുടുങ്ങി ദുഃഖം അനുഭവിക്കണു. കാശുണ്ടാവും, ശക്തി ഉണ്ടാവും, സ്വാധീനം ഉണ്ടാവും, പക്ഷെ ഒന്നും മാത്രം ഉണ്ടാവില്ല, കിടന്നുറക്കം വരില്ല. ഇതൊക്കെ ഉള്ളവർക്ക് കിടന്നുറക്കം വരണമെന്നില്ല. ശക്തി ഉണ്ടാവും, സ്വാധീനം ഉണ്ടാവും. ഇന്ത്യൻ പ്രധാനമന്ത്രിക്കാവും ഏറ്റവും അധികം ഉറക്കമില്ലാണ്ടിരിക്കുക, പിന്നെ മുഖ്യമന്ത്രിക്കും. എന്താ കാരണം? ഉത്തരവാദിത്തം അവരുടെ തലയിലുണ്ട്. അപ്പോൾ ഈ സ്ഥാനമാനങ്ങൾ കൂടിയതുകൊണ്ട് സുഖം കിട്ടുമെന്ന് വിചാരിക്കേണ്ട. അത് പുറത്തേക്ക് മാത്രമേ ഉള്ളൂ. നമുക്ക് തോന്നുക അവർക്ക് സുഖം ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പം അതുകൊണ്ട് നിജ കർമ്മബന്ധന, ഈ കർമ്മങ്ങളിൽ പെട്ടിട്ട് പലരും സർവേശ്വര ദുഃഖത്തെ അനുഭവിക്കുന്നു. ഇങ്ങനെ പോണു സ്തുതി കുറേ ഉണ്ട്. അതുകൊണ്ട് ആ ദുഃഖങ്ങളിൽ നിന്നൊക്കെ മുക്തി കിട്ടാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ട് വേണ്ടത് മനസ്സിൻ്റെ ശരിയായ അവസ്ഥയാണ്. മനസ്സ് ശരിയായിട്ടുള്ളൊരവസ്ഥയുള്ള ഒരാൾക്ക് ഈ ലോകത്തിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അയാൾക്ക് ദുഃഖം ഉണ്ടാവില്ല. എവിടെ പോയാലും അയാൾക്ക് ദുഃഖം ഉണ്ടാവില്ല. നരകത്ത് പോയാലും അയാൾക്ക് ദുഃഖം ഉണ്ടാവില്ല. തിരിച്ചാണെങ്കിലോ മനസ്സ് ശരിയില്ലെങ്കിൽ സ്വർഗത്ത് പോയാലും അയാൾക്ക് സുഖവും ഉണ്ടാവില്ല. ഇതാണ് ശരിക്കും പറയാച്ച ഭാഗവതമാണെങ്കിലും നാരായണീയം നല്ലൊരു മനസ്സിൻ്റെ ഉടമയാവാനാണ് നമ്മളെ അനുഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ബലശ്രുതി വളരെ കുറവാണ് ഭാഗവതത്തിൽ. ചില കഥകളിൽ കൂട്ടിച്ചേർത്തതാണെന്ന് ചിലർ പറയുന്നു. ഭാഗവതത്തിൽ ബലശ്രുതിക്ക് സ്ഥാനമില്ല. ധനുണ്ടാവും, പണം ഉണ്ടാവും, വീടുണ്ടാവും, ഭാര്യ ഉണ്ടാവും, കുട്ടി ഉണ്ടാവും എന്നും ഭാഗവതത്തിൽ പ്രസക്തി ഇല്ലാത്ത കാര്യങ്ങളോ. കുചേലവൃത്തം പറഞ്ഞാൽ ധനം ഉണ്ടാവുമെന്ന് എവിടെ പറഞ്ഞിരിക്കണം? കുചേലവൃത്തം കേട്ടാൽ ഭക്തി ഉണ്ടാവും, കർമ്മത്തിൽ നിന്ന് മുക്തി, കർമ്മബന്ധാൽ പ്രമുച്യത്തെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്രേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഏറ്റവും നല്ലത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു മനസ്സിൻ്റെ ഉടമയാവുക. അവൻ രക്ഷപ്പെട്ടു, അവന് ദുഃഖമില്ല. അതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് സ്തുതിച്ചത്. അവിടെ സപ്തർഷികളെ അതാത് സ്ഥാനത്ത്
സ്ഥാപിച്ചിട്ട് ഹയഗ്രീവനെ വധിച്ച് വേദങ്ങൾ ബ്രഹ്മാവിന് വീണ്ടും എടുത്തു കൊടുത്തു. അതിനാണ് മത്സ്യാവതാരം. സ്വതുംഗശൃംഗക്ഷതവക്ഷസം തം നിപാത്യദൈത്യം നിഗമാൻ ഗൃഹീത്വ. നിപാത്യദൈത്യം അസുരനെ വീഴ്ത്തിയിട്ട്, വീഴ്ത്തുക എന്നുള്ള വാക്ക് തോൽപ്പിക്കുക എന്നുള്ളതിന് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. വീഴ്ത്തുക, തോൽപ്പിച്ചിട്ട്. നിഗമാൻ ഗൃഹീത്വ, നിഗമാൻ എന്ന് പറഞ്ഞാൽ വേദങ്ങൾ. വിരിഞ്ചയെ പ്രീതഹൃദയ ദദാന, സന്തോഷിക്കപ്പെട്ട മനസ്സോടുകൂടി വിരിഞ്ചന് കൊടുത്തു, ബ്രഹ്മാവിന് കൊടുത്തു. വേദമില്ലെങ്കിൽ ബ്രഹ്മാവില്ല. ഓരോരുത്തരുടെ ഇടയിലുള്ള ആ സംഗതി ഇല്ലെങ്കിൽ അയാളില്ല. ഉണ്ടോ? സംഗീതം ഇല്ലെങ്കിൽ ചെമ്പയില്ല, ഭക്തി ഇല്ലെങ്കിൽ പൂന്താനില്ല, ഭാഗവതം ഇല്ലെങ്കിൽ ഭാഗവതന്മാരില്ല, ഇല്ലെങ്കിൽ എന്തൊക്കെയോ പോയ പോലെ. അപ്പം നമ്മുടെ ഇതാ ഓരോരുത്തരുടെയും പ്രധാനമാണ് അവരുടെ ആ ഒരു പ്രധാനം ഇല്ലേ, ആ സംഗതി. ഇവിടെ ബ്രഹ്മാവിൻ്റെ ആ പ്രധാന നിലനിർത്തുന്ന സംഗതി എന്താ ചോദിച്ചാൽ വേദമാണ്. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ തന്നെ വേദം എന്ന് അർത്ഥമുണ്ട്. അപ്പോൾ വേദത്തിൻ്റെ മൂർത്തി എന്നാണ് ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് പോയപ്പോൾ ബ്രഹ്മാവ് അല്ലാതെ ഒന്നും അല്ലാത്തവനായി. എപ്പോൾ തിരിച്ച് കിട്ടിയോ സന്തോഷമായി. പിരിഞ്ചയെ പ്രീതഹൃദയദാന പ്രപഞ്ച നാഗാരപതേ പ്രഭായ. അല്ലയോ ഗുരുവായൂരപ്പോൾ ആ കൂട്ടത്തിൽ എന്നെയും കൂടി രക്ഷിക്കണേ. ഇവരെയൊക്കെ രക്ഷിച്ചില്ലേ, എന്നെയും കൂടി രോഗത്തിൽ നിന്ന് രക്ഷിക്കൂ. പ്രപഞ്ച നാഗാരപതേ, അല്ലയോ ഗുരുവായൂരപ്പ എല്ലാ ദുഃഖങ്ങളും തീർത്തിട്ട് എന്നെയും രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദശകം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഈ മത്സ്യാവതാരം എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് തത്വങ്ങളായിട്ട് ചിലർ പറയും. കഥ മാത്രമല്ലാതെ എന്താണ് മത്സ്യത്തിൻ്റെ പ്രത്യേകത? മത്സ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവനോടെ അതിനെ പിടിക്കാൻ നോക്കിയാൽ കിട്ടില്ല. കാരണം അത് വഴുക്കി കയ്യിൽ നിന്ന് പോവും ഇല്ലേ, പിടിക്കാൻ കിട്ടില്ല. അതിന് പ്രത്യേക ശീലത്തിൽ പിടിച്ചാലാണ്ട് മത്സ്യത്തിനെ ജീവനോടെ പിടിക്കാൻ പറ്റില്ല. വലയിലിട്ട് പിടിക്കണതും ചൂണ്ടയിൽ പിടിക്കണതും വേറെ വിധം, ജീവൻ പോയിട്ടാ. ജീവനോടൊന്നിനെ കയ്യിൽ കിട്ടി നോക്കും, അത് കയ്യിൽ നമുക്ക് നിലനിർത്താൻ പറ്റില്ല, പൂവത്. ഈ മോക്ഷസുഖം എന്ന് പറയണത് അങ്ങനെ അത്രേ. ചിലപ്പോൾ കയ്യിൽ കിട്ടിയെന്ന് തോന്നിയാലും നമ്മളിൽ നിന്ന് പോവത്. അപ്പോൾ വളരെ വൈദഗ്ധ്യത്തോടു കൂടിയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഈ മോക്ഷസുഖം പോവും. നമുക്ക് മടുപ്പ് വന്നിട്ടും എൻ്റെ കൂടെ ഈശ്വരനില്ല എന്ന തോന്നൽ വന്നിട്ടും ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കാത്തപ്പോഴും ഒക്കെ നമുക്ക് ഈശ്വരനോട് മടുപ്പ് തോന്നും. മടുപ്പ് തോന്നാനുള്ള കാര്യങ്ങൾ അത്രയധികം. കാരണം ഈ കലിക്കൊരു പ്രത്യേകതയുണ്ട്, എങ്ങനെയെങ്കിലും നമ്മളെ ഈശ്വരനിൽ നിന്ന് അകറ്റണം, എന്നിട്ട് വേണം അവനെ ബാധിച്ചൊന്നും അല്ലാണ്ടേക്കാൻ. അപ്പോൾ എപ്പോഴും ഈ മത്സ്യം കയ്യിൽ നിന്ന് വഴുക്കി പോണ പോലെ ഭക്തിയും മുക്തിയും നമ്മുടെ കയ്യിൽ നിന്ന് പോവും. പലരും നിരുത്സാഹപ്പെടുത്താണ്ടാവും, കളിയാക്കാണ്ടാവും. ഒന്നുമില്ലെങ്കിൽ രോഗം തരുന്ന കലി, രോഗം വന്ന് അവിടെ കിടക്ക്, നീ ഭജിക്കണത് എനിക്കൊന്ന് കാണണം. അപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് ഭക്തിയും മുക്തിയും പോവുകയാണ്. പക്ഷെ ഇവിടെ പറയണം പോവരുത്. രോഗം വന്ന് ആ കിടന്നോടത്ത് കിടന്ന് നാമം ചെല്ലാൻ നമുക്ക് സാധിക്കുമല്ലോ. വേദം ഇപ്പം ചെല്ലാൻ ആരാ പറഞ്ഞ് വേണമെന്ന് നിർബന്ധമില്ല. മന്ത്രം ചെല്ലണം, വേദം ചെല്ലണം, പൂജ ചെയ്യണം നിർബന്ധമുണ്ടോ? ആ കിടന്നോടത്ത് കിടന്നിട്ട് നാമം ചൊല്ലിയിട്ട് മനസ്സിനെ ഈശ്വരനിലേക്ക് എത്തിക്കണം. അതിനാണ് നാമം ചെല്ലലുണ്ടാക്കിയിരിക്കണം. വെറും നാമം മതി എന്നാണ്. കാണാപ്പാടാക്കാൻ വയ്യേ, വേണ്ട. അങ്ങനെ പിടിക്കണം. മത്സ്യത്തിനെ എത്ര വൈദഗ്ധ്യത്തോടു കൂടി പിടിക്കുന്നുവോ, ചാടി പോവാതെ അതുപോലെ വേണം ഭക്തി ജ്ഞാനത്തിനെ പിടിക്കാൻ. അല്ലച്ചാൽ അത് പോവും, കയ്യിൽ നിന്ന് പോവും. പോയാൽ പിന്നെ ഒന്നും പറഞ്ഞിട്ടും കാര്യമില്ല. ഇനി മത്സ്യത്തിനുള്ളൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ വെള്ളത്തിൽ കൂടെ അനായാസേന സഞ്ചരിക്കാനുള്ളൊരു കഴിവുണ്ട്, ഒരു തടസ്സവും ഇല്ലാണ്ടോ. അതേപോലെ പ്രപഞ്ചത്തിൽ നമുക്ക് വ്യാപരിക്കേണ്ടി വരും, പക്ഷെ അതിലൊന്നും ബന്ധം ഉണ്ടാവരുത്. ബന്ധമോ അമിതമായിരിക്കുന്ന ആസക്തിയോ പാടില്ല. അതുകൊണ്ടാണ് ഈ തമ്മിത്തല്ല്, മത്സരം, അടിപിടി, യുദ്ധം വരെ ഉണ്ടാവണത്. അത്യാസക്തി കൊണ്ടാണ്. എങ്ങനെയാച്ചാൽ പോട്ടെ, കാര്യങ്ങൾ എല്ലാവർക്കും സമാധാനം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചാൽ കുറേ കുഴപ്പങ്ങൾ കുറയും. അവൻ്റെ കാര്യം നടന്നാലാണ് വെച്ചാൽ അങ്ങനെ ആവട്ടെ എന്നുള്ള വിട്ടുവീഴ്ച ഉണ്ടച്ചാൽ നമ്മുടെ കാര്യം പോയാലും ഇത്ര ഭേദമായി, പിന്നെ വല്ല കുഴപ്പമുണ്ടോ ലോകത്തിൽ? അപ്പോൾ അനാസക്തി കൊണ്ട് നിർബന്ധമില്ലാത്ത വിധത്തിൽ പ്രപഞ്ചത്തിൽ അനായാസേന വ്യാപരിക്കണം. അതും മത്സ്യം നമുക്ക് കാണിച്ചു തരുന്നു. എന്തായാലും പ്രാർത്ഥിച്ചുകൊണ്ട് ദശകം അവസാനിപ്പിക്കുകയാണ്. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.